പ്രത്യേകിച്ച് എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. എൻ്റെ സ്വന്തം കസിൻ ജിനോ. ജിനോ ഹസ്ബൻഡ് താമസിക്കുന്ന വീട്ടില് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സെറ്റാണ്. ഇവിടുന്ന് ഞങ്ങള് ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൈ കിട്ടാത്തതിന്റെ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞങ്ങളിന്ന് ഫ്ലൈ കിട്ടാത്തതുകൊണ്ട് ഇന്ന് എങ്ങോട്ടാ പോണേ? ഞങ്ങളിന്ന് കാട്ടിങ്ങിന് പോകാനുള്ള പ്ലാനാണ്. ഫ്ലൈ കിട്ടുമെന്നില്ല ഇപ്പോഴും ഞങ്ങൾ വിളിച്ചു നോക്കുന്നുണ്ട്. വെതർ ഓക്കെ അവിടെ നിന്നാണെങ്കിൽ എന്തായാലും ഞങ്ങൾ പോകും. അപ്പോൾ ഒന്ന് ഗോ കാട്ടിങ്ങിന് പോയിട്ട് കാണാം. ഗോ കാട്ടിങ്ങിൻ്റെ ഇവിടെ എത്തി. ഫൺ പ്ലസ് എന്നാണ് പേര്. റേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടൊന്നും തരില്ല അവർ പറയുന്ന റേറ്റ്. ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള ഇവിടെ 18 lakhs ആണ്. ഇങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യും. 18 lakhsന് 550 ആണ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. 4 കാട്ടില്ല, 3 ഉള്ളൂ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ 2 കപ്പ്. ഞാൻ ട്രാക്ക് ഒന്നും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നിന്നാൽ ഞങ്ങൾ പുതിയ കപ്പിൾ പോകാനാണ് തീരുമാനം. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞങ്ങളെ ചാമ്പൂത്തി. അപ്പൊ ഞങ്ങളിങ്ങി ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പറപ്പിച്ചാൻ പോകാം. കുട്ടിക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് എന്താവും അറിയില്ല. അപ്പൊ ഞങ്ങൾ പോവാണ്. ബൈ ബൈ ആണ് നമ്മളെ ഇൻസ്ട്രക്ടർ. നമ്മൾ സ്റ്റാർട്ടിങ് പോകണം പറഞ്ഞു. തട്ടിട്ട് അയ്യോ അവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഡ്രൈവർ അവിടെ ഇടിച്ചിട്ടിട്ടുണ്ട്. അവിടെ മോൾട്ടിന്റെ ഒരു പരാക്രമമാണ് അവിടെ കണ്ടത്. അവിടെ റോഡ് എല്ലാ വളവിലും കൊണ്ടുപോകാം. വരുന്നുണ്ട് നമ്മളെ കഥാനായിക വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടി പോണം. അതിൽ ഏത് റൈഡ് നമുക്ക് വേണ്ടത്? ഒന്നുകൂടി ചൂസ് ചെയ്യാം. എത്ര ലാപ്പ് വേണം? 30 laps മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോകും. ഇനി മാനും ലൂബിയും. ഓക്കെ ഞാൻ മാനുവിന് ഓക്കെ റെഡി ഗോ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? മാന എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എന്നാ നമുക്ക് ഒന്നുകൂടി പോവല്ലേ? അപ്പൊ ഞങ്ങൾ ഒന്നുകൂടി പോവാണ്. എത്ര ലാപ്പാ? 18 ലാപ്പ് ഇട്ടാ. ഞങ്ങൾ ഒന്നുകൂടി പോവാണ്. അപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ 2-3 വട്ടം മതിൽ പൊളിച്ചു. ഇപ്രാവശ്യം എന്ത് പറ്റി? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
രണ്ടാമത്തെ റൗണ്ട് പോയത് കണ്ട് മോട്ടറായി കണ്ട് വീണ്ടും പോവാണ്. വീണ്ടും 18 ലാപ്സ്. അപ്പോൾ ഓക്കെ സീനാണ്. 18 ലാപ്പ് കഴിഞ്ഞ് ഒരു ലാപ്പ് ബായിൻ്റെ അടുത്ത് നിന്ന് കോംപ്ലിമെൻ്ററി വാങ്ങിയിട്ടേക്കാണ് പോകുന്നത്. ഡ്രിഫ്റ്റ് ചെയ്യാൻ ഇറങ്ങി പോവാണ്. എന്താവും നോക്കാം. ആള് പോകുന്നുണ്ട്. ബായിനോട് ഒന്നുകൂടി ചോദിച്ചു. പക്ഷെ ഇനി കൊടുക്കൂലാണ്. ഈ എത്ര ലാപ്പാ അപ്പോ? 18 1. ഹാപ്പിയാ? ഹാപ്പിയാ? അത് കേട്ടാ മതി. കൊടുക്ക് ബായ്. ഇല്ല ഒന്ന് കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? അത് ബാക്കി വെച്ച് പോരെ. നീച്ചോ. 18 ലാപ്പും ഒരു കോംപ്ലിമെന്ററി ലാപ്പും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. നീ ഒന്നുകൂടി ഓടിച്ചാൽ നന്നാ പോവാ. ഒന്നുകൂടി ഓടിച്ചാൽ നന്നാ പോവാ. ഹാപ്പി? ഇതേമാതിരി നമ്മൾ റോട്ടിലൊന്നും ഓടിച്ചാലോ? അപ്പൊ ഈ ടയറുകളൊക്കെ വണ്ടികളാവും. പോലെ റൈഡ് കഴിഞ്ഞ ക്ഷീണത്തിലാണ്. ഇവിടെ ഒരാൾ ഓരോ ഷേക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഫുഡ് കഴിക്കാൻ നമ്മളെ സ്വന്തം പാരഗണില് വെയിറ്റിംഗിലാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പാരഗണിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു 15 മിനിറ്റിന്റെ വെയിറ്റിങ്ങിന് ശേഷം നമ്മൾ എത്തിച്ചിട്ട് മാനുണ്ട്, ലോബി ഉണ്ട്, ചിക്കൻ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. ലുബി എന്തോ തെറ്റിലാണ്. തെറ്റിലാണ്. മാനുഭം തെറ്റിച്ചു. കുതിര ഒന്നുമില്ല. എന്തോ ഒരു പാലസിലാണ്. ആള് തെറ്റി ഒറ്റക്ക് ബ്ലോഗ് എടുക്കുന്ന പറഞ്ഞേ. ലേറ്റ് ആയി കയറിയോണ്ട്. ഇതാണ് കേട്ടോ കുതിരമാളിക. ഓടി നടന്ന് എടുക്കണം എന്നാണ് പറഞ്ഞേ. യെസ്, പണ്ടത്തെ സംഭവം അല്ലേ? ഗംഗേ നീ പോകല്ലേ. ഇനി എങ്ങട്ടാ? ലെഫ്റ്റാ റൈറ്റാ? എന്തായാലും ആടെ പൂട്ടിയാണ്. ഫൈനലി തിരുവനന്തപുരം ലുലു റിഫ്രഷ്മെന്റ്. ഞാനൊരു മാംഗോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാൻ വേണ്ടി പണ്ടൂരയിൽ കയറാണ്. ഓരോന്നായിട്ട് ട്രൈ ചെയ്യാൻ പോവാ. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ എന്തിനാ പോണോ? നമ്മൾ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാൻ വേണ്ടി ഇൻകം കിട്ടിയ ഇൻകം ടാക്സ് അതിന് പിന്നെയും ടാക്സ് കൊടുക്കും. എന്തോ നാളെ കിട്ടിയിട്ടാണ്. പിന്നെ ഒരു ഫ്രീ റൈഡ് കിട്ടിയിട്ടുണ്ട്. ഫ്രീ റൈഡിൽ നമ്മള് ഇവനെ കയറ്റി കൊണ്ടാണ് നമ്മള് മാത്രാണ്. ഞങ്ങള് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ചുവ? ഇനി കുറച്ച് അഡ്വഞ്ചറൊക്കെ ആവാന്നുള്ള പ്ലാനിലാണ്. നമ്മള് അതൊരു റോളർ കോസ്റ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മള് പലതിലും കയറിയാണ്. പക്ഷെ അപ്പൊ നമ്മള് ഫാമിലി കോസ്റ്റ് 4 പേര്. പോലെ ഇപ്പൊ പോവാല്ലേ? രസമുണ്ടായിരുന്നോ? ഒരു മാന
അങ്ങനെ കോംപ്ലിമെന്ററി ടിക്കറ്റുമായി നമ്മൾ ജുവനെ ഇതിൽ കയറ്റും. പോട്ടെ പോട്ടെ. കയറില്ലേ? ഡാൻസ് സെമിനാർ ആയതിനു ശേഷം അടുത്തേക്ക് നമ്മൾ അടുത്തേക്കാ നമ്മൾ ഏതാ ഡാൻസിങ് കാലത്തേക്ക് പോവാം. എന്നാ കയറില്ല? ഹാപ്പി ഹാപ്പി. ഓക്കെ, നമ്മൾ 4 പേരെ സിംഗിൾ എടുത്തിട്ടുണ്ട്. ഇവിടെയും വീഡിയോസ് അലൗഡ് അല്ല. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം എല്ലാ വളവും ഉണ്ടായിരുന്നു. ഇപ്പം റൈഡർ ജാസിക്ക കയറിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അസപ്പം നല്ല പോക്ക് പോകുന്നുണ്ട്. എന്താവും നോക്കട്ടെ. ഫസ്റ്റ് അടിച്ചാൽ നമുക്ക് ഒന്നും കൂടിയൊക്കെ പോയിന്റ്സ് കൂടും. സെക്കൻഡ് പൊസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കോൺട്രാക്റ്റില് നമ്മൾ വിചാരിച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. ഇറങ്ങിക്കാം. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും ജിനുവിൻ്റെ സ്റ്റേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ സ്ട്രേറ്റ് ടു കോട്ടയം. ഓർഡർ ചെയ്താ റീസൺ എന്താണ് ഇപ്പൊ കാണാൻ? പുലർച്ചെ 4 മണിക്ക് നീച്ചിട്ട് ഞങ്ങള് ഇറങ്ങുക തിരുവനന്തപുരം സിംഗിൾ സ്ട്രെച്ച് പറക്കും. നമ്മളപ്പോ നല്ലൊരു വ്യൂവിലാണ്. ഇതിന് പറയാ കനാൽ. നമ്മളിവിടെ കോട്ടയല്ലേ? നമ്മള് കോട്ടയത്തിന് ഇവിടെ അടിപൊളി വ്യൂ ഉണ്ട്. ഹൈ റേഞ്ച് ആണ്. ഹൈ റേഞ്ച് നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല റോഡും നല്ല അടിപൊളി വ്യൂ, നല്ല ഡ്രൈവറും നല്ല കോ പാസഞ്ചേഴ്സും. റോഡൊക്കെ എന്ത് നനഞ്ഞ റോഡ്, എന്ത് രസ കാണാന്. നോക്ക് മക്കളെ നോക്ക്. നല്ല പാട്ടും നല്ല വ്യൂവും. അങ്ങനെ ഹവേഴ്സ് ഓഫ് ഡ്രൈവിംഗ്, കണ്ടിന്യൂസ് ഡ്രൈവിങ്ങിന് ശേഷം കാരവൻസിൽ വന്ന് ഫുഡ് കഴിക്കുന്നു. ശാബാഷ്. അപ്പൊ ഗായ്സ് നമ്മള് 5 ദിവസത്തെ ട്രിപ്പ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മള് വല്യമ്പക്കാണ് ഇരുന്നത്. വല്യമ്പ് വന്നിട്ട് നമ്മള് ലഗേജ് ഒക്കെ ഇറക്കി മാന്റെ ലഗേജ് ഒക്കെ വെച്ച് തിരിച്ചു പോവാണ് ഒറ്റയ്ക്ക് അല്ലേ? എന്താ പറയാനുള്ളത് ട്രിപ്പിനെ കുറിച്ച്? ട്രിപ്പ് എൻജോയ് ചെയ്തു. അടുത്ത ബാക്കി പാർട്ടിയിൽ കാണാം. അടിപൊളിയായിരുന്നു. 5 ദിവസം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാ ദിവസവും നമുക്ക് നല്ല മുതലായിരിക്കും. മുതലായിരിക്കും. നമ്മളെ മൊത്തം 9 ഡിസ്ട്രിക്റ്റിൽ കയറി. എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ പമ്പിലും കയറി. ഓക്കെ, ബൈ ഗൈസ്.